അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണു 2 കുട്ടികൾക്ക് ഫുഡൊക്കെ വാരിക്കൊടുത്ത് സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ചിരിപ്പിച്ചും കളിപ്പിച്ചും ഒക്കെ ഇരിക്കുകയാണ്. ആ സമയത്ത് ശാലിനി അങ്ങോട്ട് വരുന്നു. അങ്ങനെ ശാലിനിയോട് അച്ഛൻ്റെ രോഗവിവരങ്ങളൊക്കെ വിഷ്ണു പറയുകയാണ്. എങ്ങനെയും അച്ഛനെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അച്ഛൻ്റെ ഓർമ്മ വീണ്ടും നശിച്ചു പോകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു. അതിനുശേഷം നമ്മുടെ ശാലിനിയും വിഷ്ണുവും കൂടെ സംസാരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ ശാരദ അങ്ങോട്ട് വരുന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി എപ്പോഴാണ് ജീവിക്കുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യ്, മക്കളെയും കൂട്ടി എവിടെയെങ്കിലും കുറച്ച് ദിവസത്തേക്ക് ടൂറ് പോകും, അപ്പോൾ കുഞ്ഞുങ്ങൾക്കും സന്തോഷമാകും എന്ന് പറയുകയാണ്. ഇനിയെങ്കിലും നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക, എത്ര നാളാണെന്ന് വെച്ചാണ് നിങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് താമസിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പോൾ വിഷ്ണു ആണെങ്കിൽ ശാരദാമ്മ ഇത് പറഞ്ഞിട്ട് പോകും. അതിനുശേഷം വിഷ്ണു പറയും, ഞാൻ എങ്ങനെ ഇപ്പോൾ പോകാനാണ്, കാരണം അച്ഛനെ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കണം, അതിനുള്ള ഒരു ഇതിലാണ് ഞാൻ. ചിലപ്പോൾ അച്ഛൻ എന്നെ തന്നെ മറന്നു പോകും, എന്തായാലും നമുക്കൊരു വഴി ഉണ്ടാക്കാം, വളരെ വിഷമത്തോടെ ആണെങ്കിലും വിഷ്ണു ഇങ്ങനെ പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ നൂറിൻ്റെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുകയാണ്. നൂറിന് വേണ്ട സ്വർണ്ണമൊക്കെ നസീറിൻ്റെ ബാപ്പ എല്ലാം വാങ്ങിച്ച് എല്ലാം വെക്കുകയാണ്. അപ്പോൾ നൂറ് പറയുകയാണ്, എനിക്കിപ്പോൾ കല്യാണം വേണ്ട, എനിക്ക് പഠിക്കണമെന്ന്. അപ്പോൾ നസീറിൻ്റെ ബാപ്പ പറയും, അതൊന്നും നടക്കത്തില്ല, ഇപ്പം കല്യാണം അത് കഴിഞ്ഞിട്ടും പഠിക്കാമല്ലോ എന്ന് പറയും. അപ്പം നൂറ് പറയും, എന്നെ കേൾക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പം നസീറിൻ്റെ ഉമ്മ പറയും, അവളെ ഇപ്പം പഠിക്കാൻ വിട്, അത് കഴിഞ്ഞിട്ട് കല്യാണം. അപ്പം നൂറിൻ്റെ മറ്റേ നസീറിൻ്റെ അമ്മയും പാപ്പ നന്നായിട്ട് വഴക്ക് പറയും. അങ്ങനെ നൂറ് വീട്ടിൽ പോയി ഇങ്ങനെ കരയുകയാണ്. എൻ്റെ ബാപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ലായിരുന്നെന്നും പറഞ്ഞ് ഇങ്ങനെ വിഷമിക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ രാത്രി ആകുമ്പോഴത്തേനും ഗേറ്റിൻ്റെ അവിടെ നമ്മുടെ അനുവ് വരികയാണ്. അപ്പം നമ്മുടെ നൂറ് മുകളിൽ നിന്ന് കാണും. അപ്പോൾ നൂറിന് ടെൻഷനാകും, കാരണം അനൂപിനെ എന്തായാലും അവർ ഉപദ്രവിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നൂറ് പോകാനൊക്കെ പറയുന്നു. അപ്പം പറയുന്നില്ല, ഞാൻ പോകില്ല, നിന്നെ കണ്ടേ പോകുള്ളൂ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ നൂറ് മിക്കവാറും നൂറിനെയും കൊണ്ട് അനൂപ് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ആണെങ്കിൽ നമ്മുടെ വിഷ്ണു വീട്ടിലെത്തിയതിന് ശേഷം അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളിലേക്ക് നോക്കുകയാണ്. നല്ല ഡോക്ടറെ കാണിക്കണം. ഈ സമയത്ത് നമ്മുടെ രാഘവൻ നായർ ആണെങ്കിൽ റൂമിലിരുന്ന് ഈ ഒപ്പിട്ട് പഠിക്കുകയാണ്. കാരണം രജിസ്ട്രേഷൻ ഓഫീസിൽ പോയപ്പോൾ ഒപ്പിടാൻ മറന്നു പോയ കാര്യമൊക്കെ പുള്ളിക്കാരൻ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് തൻ്റെ ഒപ്പെന്ന് പഠിക്കുകയാണ്. ഈ സമയത്ത് സത്യഭാമ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ സത്യഭാമ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ രാഘവൻ നായർ പറയും, എൻ്റെ ഒപ്പിങ്ങനെ എനിക്ക് മറന്നുപോയി ഭാമ, അതുകൊണ്ട് ഞാൻ ഇത് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി ഇട്ട് നോക്കുന്നത്. അപ്പം ഭാമയ്ക്ക് ഭയങ്കര ഇതാവും. അങ്ങനെ എന്താണെന്നൊക്കെ കാര്യം പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ രജിസ്ട്രേഷൻ ഓഫീസിൽ പോയ കാര്യമൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ വിഷ്ണു ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സത്യഭാമ പറയും, നിൻ്റെ ഭാര്യയെ ഒരിക്കലും ഞാൻ അംഗീകരിക്കത്തില്ല എൻ്റെ മകളായിട്ട്, അവൾ ചെയ്തതൊന്നും ഞാൻ മറക്കത്തില്ല, അതുപോലെ ആ വീട്ടിലേക്ക് അവളെ ഞാൻ കയറ്റത്തുമില്ല എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പം വിഷ്ണുവിന് ഒന്നും പറയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വിഷ്ണു എല്ലാ സത്യങ്ങളും വിളിച്ചു പറയാൻ മിക്കവാറും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ അടുത്ത എപ്പിസോഡിലാണുള്ളത്. അപ്പോൾ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.